രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം നിറവേറ്റിയാൽ പിന്നെ KSRTC ഉണ്ടാകില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പരിഹസിച്ചു. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അതിനെ പരിഹസിച്ചാണ് ഗതാഗത മന്ത്രി കൂടിയായ ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. വാഗ്ദാനം നടപ്പാക്കുന്നതിൽ പ്രശ്നമില്ലെന്നും എന്നാൽ 2 മാസം കൊണ്ട് KSRTCയും നാട്ടുകാരും വഴിയാധാരമാകുമെന്നുമാണ് ഗണേഷ് കുമാറിന്റെ അഭിപ്രായം. ഇപ്പോൾ KSRTC ഒരുവിധം പച്ചപിടിച്ചു വരികയാണ്. വകുപ്പിനെ നശിപ്പിക്കാൻ UDF മുൻപും ഗവേഷണം നടത്തിയിട്ടുണ്ട്. സൗജന്യ യാത്ര എന്നത് വനിതാ ദിനത്തിൽ മാത്രമാണെന്ന് പിന്നീട് മാറ്റി പറയാൻ നാണമില്ലാത്തവരാണ് കോൺഗ്രസുകാർ. കർണാടകയിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പോയി. ഇപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലുമാണെന്നാണ് റിപ്പോർട്ട്. അത്ര പോലും ഇതിന് സമയമുണ്ടാകില്ല. KSRTC ലാഭത്തിലായിട്ടില്ല, മറിച്ച് ദൈനംദിനമുള്ള നഷ്ടം കുറയ്ക്കുകയും ചെലവിനേക്കാൾ കൂടുതൽ വരവുണ്ടാക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. പെൻഷൻകാരുടെ പൈസ കൊടുക്കാൻ ഉള്ളതുൾപ്പെടെ KSRTCക്ക് പല കടങ്ങളും ബാധ്യതകളുമുണ്ട്. അതെല്ലാം പരിഹരിച്ച് 1-ാം തീയതി ശമ്പളം കൊടുത്തും നഷ്ടമില്ലാതെ യൂണിറ്റുകൾ പ്രവർത്തിപ്പിച്ചും വളരെ കഷ്ടപ്പെട്ടാണ് ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഹുൽ ഗാന്ധി നൽകിയ വാഗ്ദാനം 2 മാസം നൽകിയാൽ KSRTCക്ക് പിന്നെ ശമ്പളം ഉണ്ടാകില്ല, KSRTCയും ഉണ്ടാകില്ല. KSRTCയെ എനിക്കറിയാവുന്നതുപോലെ അവർക്കറിയില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരുന്നുവെന്ന് പറഞ്ഞ് പൊതുഖജനാവിലെ പണം ദൂർത്തടിച്ച് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് ശരിയല്ല. KSRTCക്ക് ഇത് താങ്ങാനാവില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു.